കഠിനംകുളം പുതുക്കുറിച്ചി ഗവൺമെൻറ് LP സ്കൂളിൻ്റെ 149-ാം വാർഷികം നടന്നു. കഠിനംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് നിക്കോളാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശിഷ്ട അതിഥിയായി മാതാ കോളേജ് ചെയർപേഴ്സൺ ജിജി ജോസഫ് പങ്കെടുത്തു. നിറക്കൂട്ടെന്നായിരുന്നു പരിപാടിയുടെ പേര്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ജിജി ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി വരുന്നു. ബാഗ്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, 1000-ലേറെ പുസ്തകങ്ങൾ എന്നിവയാണ് ഇവിടുത്തെ കുട്ടികൾക്കായി നൽകിയത്. ജിജി ജോസഫിൻ്റെ മകനും മാതാ കോളേജ് മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജ്യോതിഷ് സുഭാഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഖിൽ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. 900-ഓളം വരുന്ന നോട്ട്ബുക്കുകൾ, അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെൻ്റ് ബോക്സും നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ച ജിജി ജോസഫ് അവർകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമായി മാറിയ നമ്മുടെ വിശിഷ്ട വ്യക്തി ശ്രീമതി ജിജി ജോസഫ് അവർകളെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. മൊമെൻ്റ് നൽകി ആദരിക്കുന്നതിലേക്കായി നമ്മുടെ കഠിനംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് നിക്കോളാസ് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. മൊമെൻ്റ് ഏറ്റുവാങ്ങുന്നതിലേക്കായി ശ്രീമതി ജിജി ജോസഫ്, ചെയർപേഴ്സൺ മാതാ കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ ടെക്നോളജി അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മൾ ആദരിക്കേണ്ട വ്യക്തികളെ തന്നെയാണ് നമ്മുടെ സ്കൂൾ ആദരിക്കുന്നത് എന്നുള്ളതിനുള്ള മറ്റൊരു ഉദാഹരണം കൂടെ നമ്മുടെ മക്കൾക്ക് എണ്ണം വീണ്ടും പറയുന്നില്ല. അത്രത്തോളം സ്കൂൾ ബാഗുകൾ തന്ന്, നോട്ട്ബുക്കുകൾ തന്ന് നമ്മുടെ സ്കൂളിനെ അനുഗ്രഹിച്ച നമ്മുടെ മേഡം ഞങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതിലേക്കായി മേഡത്തിലെ സ്നേഹപൂർവ്വം വളരെ വിനയത്തോടു കൂടി ക്ഷണിക്കുകയാണ്. മക്കൾക്ക് ഇന്ന് ഓർമ്മയുണ്ടാ? നമ്മൾ 2 വട്ടം ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടാ? മറന്നുപോയോ? എന്ത് ആർക്കും ഒരു എനർജി ഇല്ലേ? ഡാൻസ് ഒക്കെ കളിക്കണ്ടേ ഇന്ന്? അപ്പൊ ഒന്ന് ഹാപ്പി ആയിട്ട് ഇരുന്നേ. അപ്പോഴേ ഇതിപ്പോ 3ാമത്തെ വട്ടമാണ് നിങ്ങളുടെ അടുത്തുനിന്ന് എനിക്ക് എത്താനായിട്ട് സാധിച്ചതിൽ. നമ്മുടെ ഈ കഠിനകുളം ഈ പുതുശ്ശേരി എന്ന ഈ സ്ഥലത്ത് നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ എനിക്ക് കിട്ടിയ ആ നല്ല നിമിഷത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ശ്രീജിത്ത് സാറ് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ശരി തന്നെയാണ്. മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റ് 26 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അതായത് പ്രസിഡന്റാണ് ഞാൻ. അതിൽ നിങ്ങൾക്ക് മാത്രമല്ല, ഒരുപാട് അർഹതപ്പെട്ടവർക്ക് പറ്റുന്ന രീതിയിൽ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അതായത് ഗവൺമെന്റിന്റെ ഒരു സഹായവും ഇല്ലാതെ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഭാഗത്തു നിന്നാണ് എനിക്ക് നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരെ സഹായിക്കാനായിട്ട് കഴിയുന്നത്.